കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഉച്ചപൂജ കഴിഞ്ഞു, ഉച്ചപൂജ തൊഴുതു. ഇന്ന് ഉച്ചപൂജ ഉണ്ടായത് മേൽശാന്തിയാണ്. മേൽശാന്തി ശ്രീജിത്ത് നമ്പൂതിരി, പുതുമന ഇല്ലത്തെ. പിന്നെ കളഭാലങ്കാരം ഉണ്ടായിരുന്നത് പൊട്ടക്കുഴി ഭവതാസ്വദിക്കനാണ്. നല്ലൊരു പൊന്നുണ്ണിക്കണ്ണനെ ചാർത്തിയിട്ടുണ്ട് കേട്ടോ. ഒന്ന് ശ്രീലകത്ത് കളഭം കൊണ്ട് നല്ലൊരു അലങ്കാരം ഉണ്ടായിട്ടുണ്ട്. ഇടത്തെ കയ്യിൽ ആ വെണ്ണക്കുടം അങ്ങനെ നിറച്ച് വെണ്ണമുള്ളൊരു വെണ്ണക്കുടം തൂക്കി പിടിച്ചിങ്ങനെ വലത്തെ കയ്യിൽ വെണ്ണ ഉരുളി ഉണ്ട് കേട്ടോ. ആ വെണ്ണ ഉരുള അതിന്ന് കുടത്തുനിന്ന് ഇങ്ങനെ വാരി കഴിക്കുന്ന ആ ഉണ്ണിക്കണ്ണനാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു നടക്കുകയാണ് തോന്നുന്നു. വെണ്ണ ഉരുളി ഇങ്ങനെ ഒരു മുൻകാലിങ്ങനെ മുന്നോട്ട് വെച്ചിട്ടാണ്. ഓടുകയാണോ അതോ നടക്കുകയാണോ എന്നൊന്നും അറിയില്ല. നല്ല കാഴ്ചയ്ക്ക് നല്ല രസമാണ്. എനിക്ക് തോന്നുന്നത് അമ്മ കൊടുത്തതാണോ, യശോദാമ്മ കൊടുത്തതാണോ, ഇനിയിപ്പോൾ ഏതാണെന്നറിയില്ല. എന്തായാലും വലിയ കുടമാണ്. അതോ ഇനിയിപ്പോൾ കാണാതെ എടുത്തതാണോ എന്നറിയില്ല. എന്തായാലും വലിയ കുട അങ്ങോട്ട് ഒന്നാകെ എടുത്ത് തൂക്കി പിടിച്ചിട്ടേ അതിന്ന് അപ്പം തന്നെ കിട്ടിയ ആ ഒരു ഇതിൽ നമുക്കൊക്കെ എന്തെങ്കിലും കിട്ടിയാണ്ടല്ലോ വേഗം ഈ ചെറിയ കുട്ടികളുടെ കയ്യിലൊക്കെ ഇതെങ്കിലും കിട്ടിയാൽ വേഗം വാരി കഴിക്കുമല്ലോ. അതേമാതിരിയാണ് ഒരു വലത്തെ കയ്യിൽ വാരി കഴിക്കുകയാണ്. കഴിക്കാനുള്ള തയ്യാറെടുപ്പില്ല. വലത്തെ കയ്യിൽ ആ വെണ്ണ ഉരുളിയുണ്ട്, ഇടത്തെ കയ്യിൽ ഒരു കുടം നിറച്ച് നല്ല വെണ്ണയും. ആ അമ്പാടിയിലത്തെ വെണ്ണയാണ്. എന്താ ഒരു രസം, നല്ല ടേസ്റ്റാണ്. ആ ഓർക്കുമ്പോൾ നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്നുള്ളൊരു എന്താ പറയുക ഒരു ചിന്ത നമുക്കും വരാനില്ല. ഭക്തർക്ക് എല്ലാവർക്കും വരും. കാരണം അത്രയ്ക്കും വളരെ കേമായിട്ടുള്ളതാണല്ലോ. അപ്പോൾ അത് ഇനിയിപ്പോൾ അമ്മ കൊടുത്തതാണോ എന്നറിയില്ല, എടുത്തതാണെന്നറിയില്ല. എന്തായാലും ഇന്ന് ശ്രീലകത്ത് നിൽക്കുന്ന ആളുടെ അടുത്ത് ആ കുടത്തിൽ വെണ്ണ ഉണ്ട്, കയ്യിൽ വെണ്ണയുണ്ട്. അപ്പോൾ അത് കഴിക്കാനുള്ള ഉദ്ദേശത്തിലാണ്. നമുക്ക് തരുമോ ഇല്ലയെന്ന് അറിയില്ല. ചോദിച്ചു നോക്കിയാൽ ചിലപ്പോൾ തരും കേട്ടോ, പറയാൻ പറ്റില്ല. ചിലപ്പോൾ തരാൻ സാധ്യതയൊക്കെ ഉണ്ട്. എന്തായാലും നല്ല കാഴ്ചയാണ് ഇന്ന്. അപ്പോൾ എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ ആ എന്താ പറയുക വെണ്ണക്കണ്ണൻ്റെ ആ ഒരു അനുഗ്രഹം അത് കിട്ടട്ടെ. അപ്പോൾ നമ്മൾ ആ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് സോപാനപ്പടിയിൽ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ, അതായത് ആ അധ്യയനം വന്ന് വാതിൽമാടൊക്കെ കഴിഞ്ഞിങ്ങനെ വന്ന് മണ്ഡപത്തിൻ്റെ അവിടെ നിന്നൊക്കെ ഒന്ന് കണ്ട് അങ്ങനെ ആ ശ്രീലകത്തെത്തി. സോപാനപ്പടിയിൽ നിന്ന് ശ്രീലകത്തേക്ക് നോക്കുമ്പോൾ നെയ്വിളക്കിൻ്റെ ആ പ്രഭയിൽ ആ പൊന്നും ഗോപി നല്ല തിളക്കാണ്. അപ്പോൾ അതിങ്ങനെ വേറെ കാണുന്നുണ്ട്. പിന്നെ മാറത്ത് ഇങ്ങനെ ചെറിയൊരു നെക്ലസ് പോലത്തെ ഉണ്ട്. പിന്നെ രണ്ട് വലിയ, അതായത് നല്ല വെള്ളയും ചുവപ്പും ചേർന്ന മാലയൊക്കെ ആണെന്ന് രണ്ടെണ്ണം അങ്ങനെ ഉണ്ട്. എനിക്ക് തോന്നുന്നു നമ്പ്യാർ വട്ടാണെന്ന് തോന്നുന്നുണ്ട്. വെള്ള നന്നായിട്ടുള്ള ആ ഒരു അലങ്കാരമാണ് ഉള്ളത്. വലിയ ഉണ്ടമാലയുണ്ട്, പീലിത്തിരുവിടിയുണ്ട്, നല്ല പൊൻ കിരീടം ചാർത്തിയിട്ടുണ്ട്. എല്ലാം കൊണ്ടും നല്ലൊരു തെളിച്ചാണ്. കാരണം വയറ് നിറഞ്ഞിരിക്കുമ്പോഴേ നല്ല സന്തോഷമാണല്ലോ. അദ്ദേഹത്തിന് നല്ല സന്തോഷമാണ്, നമുക്ക് കാണുന്നത് നമുക്കും നല്ല സന്തോഷമാണ്. അപ്പം ഇന്നത്തെ അലങ്കാരം ആ പൊന്നുണ്ണിക്കണ്ണൻ വെണ്ണക്കുടം തൂക്കിയിട്ട് കയ്യിൽ വെണ്ണ പിടിച്ച് നിൽക്കുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന എന്നൊക്കെ പറയാം. എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആളവിടെ നിന്ന് എടുത്ത് പോരുകയാണെന്നുണ്ട്. എന്നിട്ട് വേഗം ഇങ്ങനെ അമ്മ വരുന്നുണ്ടോയെന്നൊക്കെ നോക്കിയിട്ടേ വേഗം ഒരു വായ അങ്ങോട്ട് അകത്തൊക്കെ ആക്കി പിന്നെ അടുത്തേക്ക് പിടിച്ചിട്ടാണ് ആ ഉദ്ദേശം എനിക്ക് തോന്നിയത് കേട്ടോ. ആ കുസൃതി കണ്ണൻ്റെ ഒരു അവസ്ഥ നോക്കുമ്പോൾ അതിന് സാധ്യത ഉണ്ട്. എന്തായാലും ആ ഒരു കാഴ്ചയാണ് ഇന്ന് കാണാനുള്ളത്. അപ്പോൾ നമ്മളെവരും എല്ലാ ഭക്തരും ആ ഗുരുവായൂരപ്പൻ്റെ ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ ആ രൂപം കണ്ട് ദർശിക്കുക. നമുക്ക് എന്താ പറയാനുള്ള, ദിവസവും നമുക്ക് പറയാനുള്ള ഒന്നേ ഉള്ളൂ, അവിടെ എന്നും കഷ്ടങ്ങൾ നീക്കി തരണേ, നമ്മളെ വയ്യായകളുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി തരണേ എന്നല്ലേ ആ വാതാലയേശനോട് നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത്. അപ്പോൾ എല്ലാ സങ്കടങ്ങളും അതങ്ങോട്ട് പറയുക, അവിടെ അങ്ങോട്ട് ആ എന്താ പറയുക ആ സോപാനപ്പടിയിൽ അങ്ങോട്ട് സമർപ്പിക്കുക. അപ്പോൾ അദ്ദേഹം അത് കണ്ട് അദ്ദേഹം അവിടെ ചെല്ലുമ്പോൾ തന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ അങ്ങോട്ട് നോക്കുമ്പോഴേക്ക് തന്നെ ആ ഉള്ളിൽ അത് കണ്ടെന്ന് പറയുമ്പോൾ, അതായത് ആ വിഗ്രഹങ്ങൾ നമ്മളെ ഉള്ളിലേക്ക് കയറുകയാണ്. പിന്നെ നമുക്കൊന്നും പറയാൻ തോന്നില്ല. ആ ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ എത്തിയിട്ട് ആ വിഗ്രഹങ്ങൾ കണ്ടിട്ട് ആ കണ്ണനെയാണ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ
ഉണ്ണി എന്നുള്ള ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ലേ. പിന്നെ നമുക്കൊന്നുമില്ല, ഗുരുവായൂരപ്പാ എന്നുള്ള ഒരൊറ്റ വിളി മാത്രമേ നമ്മളെ മനസ്സിലുള്ളൂ. വേറെ ഒന്നും നമുക്ക് തോന്നില്ല. നമ്മളെ ഈ വിഷമങ്ങളൊക്കെ പറയാൻ നമ്മൾ ഉദ്ദേശിച്ചാലും അത് പറയാൻ കഴിയില്ല. എന്നിട്ട് അവിടെ നിന്ന് പോകുന്നു, അയ്യോ ഞാൻ അത് പറഞ്ഞില്ലല്ലോ എന്നുള്ള മാതിരിയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ അവിടെ പോയിട്ട് ഇപ്പോൾ എന്നെ ശ്രവിക്കുന്ന എല്ലാ ഭക്തന്മാരും ആ ഗുരുവായൂരാണ്, ആ ഗുരുവായൂരപ്പൻ്റെ തിരുമുമ്പിലാണ് ആ വെണ്ണക്കണ്ണനെ കുടം തൂക്കിയിട്ട് വെണ്ണക്കുടം തൂക്കിയിട്ട് വരുന്ന ആ വെണ്ണക്കണ്ണനെ മനസ്സിലങ്ങോട്ട് ധ്യാനിക്കുക. എന്നിട്ട് നമ്മളെല്ലാ വിഷമങ്ങളും സന്തോഷങ്ങളും ഒക്കെ അവിടെ അങ്ങോട്ട് പങ്കുവയ്ക്കുക. അപ്പോൾ അതിനൊരു പ്രതിവിധി ഭഗവാൻ നിർദ്ദേശിക്കും. അത് തന്നെത്താനേ ഉണ്ടാവും, ഉയർന്നു വരും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ കടാക്ഷം ലഭിക്കുമാറാവട്ടെ. അങ്ങനെ നമ്മൾ തൊഴുതിങ്ങനെ ഇറങ്ങുക. ഇറങ്ങിയിട്ട് ഗണപതിനെ ഒന്ന് എത്തിട്ട് സരസ്വതി അറയ്ക്ക് ഇപ്പോൾ നവരാത്രിയുടെ പ്രാധാന്യം ഉള്ളതുകൊണ്ടേ അപ്പോൾ സരസ്വതി അറയിൽ അവിടേക്ക് ആൾക്കാർ ഇഷ്ടം പോലെ കേട്ടോ, പൊതുവേ ഉണ്ട്. എന്നാലും അവിടെയൊക്കെ ആളുകളാണ്. മേൽശാന്തിർ അവിടേക്ക് വന്ന് ആ അനന്തശയായ ഭഗവാന്റെ ശ്രീ പത്മനാഭൻ്റെ അവിടേക്കൊന്ന് നോക്കി തൊഴുത്, അങ്ങനെ സുബ്രഹ്മണ്യ സ്വാമി ആ ഹനുമാൻ സ്വാമീനെയൊക്കെ ഒന്ന് തൊഴുത് ഇങ്ങനെ പുറത്ത് ഇങ്ങോട്ട് ഇപ്പുറത്തേക്ക് ചെന്ന് ആ മണിക്കിണറിൻ്റെ അവിടെ താമരക്കണ്ണനെ കണ്ട് കൽപ്പകവൃക്ഷമൊക്കെ കണ്ട് നോക്കി തൊഴുത് ആ ചവിട്ടുന്ന നൃത്തമണ്ഡപമൊക്കെ കണ്ട് ഇങ്ങനെ തൊഴുത് ഗുരുവരമ്മയൊക്കെ തൊഴുത് നമുക്ക് പുറത്തേക്ക് കിടക്കാം. എന്നിട്ട് ഭഗവതിനി എടത്തരികത്തുകാവ് ഭഗവതിയുടെ അവിടെയും എല്ലായിടത്തും തിരക്ക് തന്നെയാണ് കേട്ടോ. അവിടെയും തൊഴുത് അങ്ങനെ നമ്മളെ കൊടിമരത്തിൻ്റെ അധിയേന അങ്ങനെ അയ്യപ്പസ്വാമിയുടെ അവിടെ എത്തി അയ്യപ്പസ്വാമീനെ ഒന്ന് തൊഴുത് വലം വെച്ച് നമുക്ക് പടിഞ്ഞാറേ നടയിൽ കൂടെ പുറത്തേക്ക് കിടക്കാം. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഹരേ കൃഷ്ണ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ.